ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷെവിൻ ഫ്രം MSA മലയാളം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, സ്ക്രീനിൽ കാണാം ഒരു ഫോട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പിക്സാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന കുറച്ച് 2 ഇമേജ് ഫയൽ ഉണ്ടാവും. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിൽ ഇപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ അതെ ഞാൻ ഇവിടെ എൻ്റെ പിക്സാർട്ട് ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പിക്സാർട്ട്. സാധാ പോലെ തന്നെയാണ്, ഇത് കണ്ടില്ലേ, സാധാ പോലെ തന്നെയുള്ള പിക്സാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് നമ്മളെ റെമിനി ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഓക്കെ, റെമിനി എന്ന് സെർച്ച് ചെയ്യുക. ദെൻ അവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, അപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കുക, അത്രേ ഉള്ളൂ. ഓപ്പൺ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഒരുപാട് ക്ഷമിക്കുക, കാരണം നമുക്കൊരു അത്യാവശ്യം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ എനിക്കിവിടെ 20 ക്രെഡിറ്റ്സ് ആണുള്ളത്. അപ്പോൾ എൻഹാൻസ് എടുക്കുക, ഇവിടെ യൂസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഇമേജാണ് കേട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാവും. എനിക്കിവിടെ നല്ല സ്പീഡുള്ള നെറ്റാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ആഡ് വന്നിരുന്നു, അത് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റിയിലാണ് വീഡിയോ കാണുന്നത് അറിയത്തില്ല, അപ്പോൾ അതിനനുസരിച്ചുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആക്കാം. വീണ്ടും പരസ്യം വന്നിട്ടുണ്ട്, പരസ്യം ഒഴിവാക്കി ഡൗൺലോഡാക്കി. ഇപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ നമ്മൾ ഈ ഫോട്ടോ നമ്മളിപ്പോൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ജസ്റ്റ് കയറ്റണം. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ ഫിറ്റാക്കണം. കഴിയുന്നതും കുറയ്ക്കണതാണ് നല്ലത്. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഇതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ രീതിയിലാണ് എടുക്കുന്നത്. നമുക്ക് നമ്മളെ പിക്സാർട്ട് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കാം. അയ്യോ, സോറി, ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വിട്ടുപോയി. ക്രിയേറ്റിംഗ് ടാസ്ക്. ഓക്കെ, ടാസ്ക് കംപ്ലീറ്റഡ്. ആഡ്സ് നല്ലോണം ഉണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് കാണാം, സൂം ചെയ്ത് നോക്കാം. എന്താ കണ്ടില്ല ഗൈസ്, ഒരു കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് കൊടുത്ത പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്യാം, പിക്സാർട്ട് ഓപ്പൺ ആക്കാം. അയ്യോ, ഈ പരസ്യം കൊണ്ട് വല്ലാത്ത ഇടങ്ങാറാണല്ലോ പഠിച്ചോന്. ഓക്കെ, നമുക്ക് എന്തായാലും ഞാൻ ഇവിടെ പിക്സാർട്ട് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഓക്കെ, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് എഡിറ്റ് ഫോട്ടോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം, ഞാനിപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ എടുത്ത് ഈ ഫോട്ടോ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടത് കട്ടൗട്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ അവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ പെർഫെക്ഷൻ വരാനുള്ളിടത്തൊക്കെ ഒന്ന് പെർഫെക്ഷൻ ആക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം കൈയിൻ്റെ ആ ഭാഗത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ആക്കുവാണ്. ഇപ്പോൾ ചെവിയുടെ ആ ഭാഗമൊക്കെ ഉണ്ട്, ജസ്റ്റ് ഇനി ഈ ഭാഗം അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് എന്താക്കണം, റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഈ അതിൻ്റെ ചിഹ്നം ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോഴാണ് എവിടെയൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് സേവ് അടിക്കുക. ഓക്കെ, സേവ് അടിച്ചിട്ട് അയ്യോ മാറിപ്പോയി. നിങ്ങൾക്ക് ഇവിടെ കാണാം എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ എഫക്ട്സിൽ തന്നെ പോയിട്ട് ഏറ്റവും അവസാനത്തേക്ക് നീക്കി കൊണ്ടുപോരാ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് മേലെ ഡൗൺലോഡിങ്ങിൻ്റെ ഇടതുവശത്ത് കാണുന്ന സ്വിച്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്കായി പോയി. ഈ എഫക്ട്സ് എന്നുള്ളിടത്തുള്ളത് മാറ്റിയിട്ട് നമ്മൾ മാജിക് എന്ന് ആക്കണം. അതിൽ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, അടിയിൽ മാജിക്. ഓക്കെ, ഇവിടെ 100 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭൂതത്തിൻ്റെ ഫോട്ടോ ഉള്ളില്ല, അത് ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ലൈറ്റ്, ഒരു 3 ഡോട്ട് അതിന്മേൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫെയ്ഡ് അത്യാവശ്യം ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ 100 പിന്നെന്തിനായിട്ട് ശരിക്കും ഒരു 98 ആ ലെവലിലാക്കാം. പിന്നെ കുറച്ചുകൂടി ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും എഫക്ട്സ് നിങ്ങളാകെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാം കുറേ ടൂളുണ്ട് കേട്ടോ, HDR അങ്ങനെ കുറേ ടൂളുണ്ട്. എന്നിട്ട് അവസാനം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് അടിക്കാം. ഓക്കെ, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കണം ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഈ ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇട്ട് ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ആഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇത് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരു കഴിവുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ത്യയിൽക്കാളും കഴിവുണ്ടാവും. അതങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ ഇങ്ങനെ കഴിവുണ്ടാവും. അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിക്കേഴ്സ് എടുക്കുക. ഇതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാം, ബ്ലൂ ഡോട്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇതാണ് സംഭവം. വേണം ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ സൂം ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ചുകൂടെ ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മളെ തലയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട്. എന്നിട്ട് ഈ മേലെ കാണുന്നത് കൊടുത്തിട്ട് ഒറ്റ മൂവ് ഡൗൺ. ഓക്കെ, അതിൻ്റെ അടിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് മറ്റേ നമ്മൾ ഇതിന് മുമ്പ് വെച്ചത് ഇതിൻ്റെ അടിയിലേക്ക്. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുക്കാം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പണിയാണ്. ഡ്രോ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഡ്രോ ചെയ്തതിൻ്റെ ശേഷം ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ മുഖത്തിൻ്റെ ഈ ഭാഗങ്ങളും ഈ വര ഇതൊക്കെ ഇങ്ങനെ പോക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് പോക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഇവിടെ കളർ എടുത്തിരിക്കുകയാണ്, ഒരു കളർ ഇവിടെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗം മൊത്തം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ്. അത് നിങ്ങളെ ഒരു ഇതിനനുസരിച്ച്, നിങ്ങളൊരു കഴിവിനനുസരിച്ച് ചെയ്തെടുക്കുക. വീഡിയോക്ക് വേണ്ടി ചെയ്തെന്നുള്ള തോന്നുന്നു. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടില്ല, കാരണം ഞാനിത് പെട്ടെന്നാണല്ലോ ചെയ്തത്. മറ്റേന്ന് പറഞ്ഞാൽ സ്പീഡിൽ ഇങ്ങനെ ചെയ്യാനിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ചെറുങ്ങനെ ലാഗ് അടിക്കും, വേറൊന്നുമല്ല. അയ്യോ ചെറുങ്ങനെ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്, വേറെ ഒന്നുമല്ല. എൻ്റെ ആസ്ഫാൾട്ട് 9 ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഫോണിലാണെങ്കിൽ അധികം താങ്ങാനുള്ള കഴിവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് വീണ്ടും ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. എന്തായാലും നമുക്ക് ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞ ഡൗൺലോഡിലേക്ക് തന്നെ പോവാം. എന്നിട്ട് ഈ സ്മോക്ക് ഒന്ന് ജസ്റ്റ് കയറ്റുക. അപ്പോൾ ഇത്രയുള്ളൂ പണികൾ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഡ്രോ എടുക്കാം. ഡ്രോ എടുത്തിട്ട് ഈ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പിക്കറിൻ്റെ ഒരു സാധനം, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇത് ഗയ്സ്, ഞാൻ ഇവിടെ ഒന്ന് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തും ജസ്റ്റ് ഇതേപോലെ ചെയ്യാം.
ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പെർഫെക്ഷൻ ചെയ്യണം കേട്ടോ. ഞാനാണ് ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് മാത്രമാണ്. ഓക്കെ, ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഫോട്ടോ ആയിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കാം. ഓക്കെ, ഒരു ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കേഴ്സിലേക്ക് തന്നെ പോകാം. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഡിസ്കവർ ചെയ്യാം. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്, എന്തൊക്കെ ആഡ് ചെയ്യണം അതൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് തലേൻ്റെ മേലെ എന്താണ് അതാ. ഓക്കെ, എനിക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സാധനത്തിൻ്റെ ഒക്കെ ഇത് താഴെ കൊടുത്ത ലിങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അയ്യോ സൂമായി പോയോ. ഇപ്പോൾ ഓൾറെഡി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനിയാണ് ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണികൾ. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ? ഇപ്പം ഞാൻ ആദ്യം ചെയ്ത ഫോട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടെന്ന് കരുതുന്നു.